90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. കഴിഞ്ഞ ബഡ്ജറ്റുകളിൽ നൂറുകണക്കിന് പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ കബളിപ്പിച്ച ധനകാര്യമന്ത്രി തെരഞ്ഞെടുപ്പ് വർഷമായതുകൊണ്ട് ധാരാളം വാഗ്ദാനങ്ങൾ വാരിക്കോരി ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. ഇതൊരു ബെഡായി ബഡ്ജറ്റായി മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. നിലവിലുള്ള ധനകാര്യ സാഹചര്യത്തെ അഡ്രസ് ചെയ്യാതെ ഒരു സ്വപ്ന ലോകത്തിലിരുന്നു കൊണ്ട് കുറെ പ്രഖ്യാപനങ്ങൾ നടത്തുകയാണ് ധനകാര്യമന്ത്രി ചെയ്തിട്ടുള്ളത്. ധനകാര്യമന്ത്രി ചെയ്യുന്നത് കടലാസ് കൊട്ടാരത്തിലെ രാജാവാകാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ്. ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ച തോമസ് ഐസക്കിന്റെ 12ാമത്തെയും പിണറായി വിജയൻ സർക്കാരിന്റെ അവസാനത്തെയും ബഡ്ജറ്റ് ഭാവനാസമ്പന്നമാണ്. ആദ്യ വായനയിൽ 3 മണിക്കൂർ 18 മിനിറ്റ് ബഡ്ജറ്റ് പ്രസംഗത്തിലൂടെ കേരള നിയമസഭയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ബഡ്ജറ്റാണ് ഇന്ന് ധനമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക് അവതരിപ്പിച്ചത്. മണി ഓർഡർ എക്കണോമിയിൽ നിന്നും നോളജ് എക്കണോമിയിലേക്കുള്ള കേരളത്തിന്റെ ദിശാമാറ്റം സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. കെ ഫോണിലൂടെ സമ്പൂർണ്ണ ഡിജിറ്റൽ സമൂഹമായി മാറുന്ന കേരളം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ മാത്രം 20 ലക്ഷം തൊഴിലവസരങ്ങളാണ് ബഡ്ജറ്റിൽ ഉറപ്പു നൽകുന്നത്. വെൽഫെയർ കെയ്നീഷ്യൻ സാമ്പത്തിക ശാസ്ത്രത്തെ നവകേരള നിർമ്മാണത്തിന് പരീക്ഷിക്കുന്നു തോമസ് ഐസക് എന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. കമ്മി ബഡ്ജറ്റിലെ മോഹവാഗ്ദാനങ്ങൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്ന് പ്രതിപക്ഷം. ബെഡായി ബഡ്ജറ്റ് എന്ന് പ്രതിപക്ഷ നേതാവ്. തള്ളു ബഡ്ജറ്റ് എന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി. നിയമസഭയിലെ പ്രകടന പത്രികയെന്ന് ബി.ജെ.പി. എൻകൗണ്ടർ പരിശോധിക്കുന്നു. മോഹവാഗ്ദാനങ്ങൾക്ക് ബജറ്റിൽ പണമെവിടെ? ബഡ്ജറ്റ് ബഡാ ഓർ ബഡായി? അതിഥികളായി ധനമന്ത്രി ടി.എം. തോമസ് ഐസക് നമുക്കൊപ്പം അല്പസമയത്തിനകം ചേരും. CMP ജനറൽ സെക്രട്ടറി CP ജോൺ, CPIM നേതാവ് MB രാജേഷ്, BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്, രാഷ്ട്രീയ നിരീക്ഷകൻ ജോസഫ് സി മാത്യു എന്നിവർ. ജോസഫ് സി മാത്യുവിലേക്ക് ഞാൻ ആദ്യം. ജോസഫ് സി മാത്യു, എത്ര മാർക്ക് തോമസ് ഐസക്കിന്റെ ഈ പിണറായി വിജയൻ സർക്കാരിന്റെ അവസാനത്തെ ബഡ്ജറ്റിന്? 3 മണിക്കൂർ 18 മിനിറ്റ് എടുത്ത് റെക്കോർഡിട്ട ബഡ്ജറ്റാണ്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ 20 ലക്ഷം തൊഴിലവസരങ്ങൾ എന്ന വാഗ്ദാനം, ഒപ്പം നിരവധി സ്കീമുകൾ. കിഫ്ബി അദ്ദേഹം വീണ്ടും പ്രതീക്ഷയർപ്പിക്കുന്നു 15,000 കോടിയുടെ വികസന പദ്ധതി. എത്ര മാർക്കിടും ജോസഫ് സി മാത്യു? അരുൺ, ഞാൻ ഏതായാലും മാർക്ക് എടുത്ത പ്രക്രിയയിലില്ല. പക്ഷേ അതിൻ്റെ ഗുണവശങ്ങൾ ആദ്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും സാമൂഹിക പെൻഷനിൽ വന്ന വർധനവ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തേതിൽ നിന്ന് 5 വർഷം കൊണ്ട് വന്ന കാര്യമായ മാറ്റം ഉണ്ട് എന്ന് ഉള്ളത്. കേൾക്കാം പറഞ്ഞോളൂ. അപ്പോൾ സാമൂഹിക പെൻഷൻ്റെ കാര്യത്തിൽ വന്ന മാറ്റം, അതുപോലെ വെൽഫെയർ സ്കീമുകളിൽ വന്ന ഗുണപരമായ മാറ്റം, ഈ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ്. പക്ഷേ ഒരു ബഡ്ജറ്റ് എന്നുള്ള രീതിയിൽ കഴിഞ്ഞ കുറേ നാളുകളായി, അത് ഇപ്പോഴുള്ളത് മാത്രമല്ല, നമ്മളൊരു നയപ്രഖ്യാപന പ്രസംഗത്തിലെ പോലെ, ഒരു ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം പോലെ ഒരു എക്സസൈസായിട്ട് നമ്മുടെ ബഡ്ജറ്റ് പ്രസംഗങ്ങൾ പലതും മാറുന്നുണ്ട് എന്ന് നമുക്ക് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നടത്തപ്പെട്ട പദ്ധതികൾ, ഇതിൽ പ്രഖ്യാപിക്കുകയും നടത്തുകയും ചെയ്യുന്ന പദ്ധതി, ഇതൊരു വർഷത്തെ ഒരു വാർഷിക ബഡ്ജറ്റാണോ, അതിന് പണം ഇരുത്തിയ പദ്ധതികളെക്കുറിച്ചാണോ സംസാരിക്കുന്നത്, അതോ ഒരു വിഷ് ലിസ്റ്റാണോ, നമ്മുടെ ആഗ്രഹങ്ങളുടെ ഒരു പട്ടികയാണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. ഇപ്പോൾ ഇന്നത്തെ ബഡ്ജറ്റിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ക്രക്സ് ഓഫ് ദി 21-22 ബഡ്ജറ്റ് എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നത് തൊഴിൽ സൃഷ്ടിക്കുന്നതാണ്. ഏതാണ്ട് 61 ലക്ഷത്തോളം തൊഴിൽ, 60,56,000 തൊഴിൽ സൃഷ്ടിക്കുന്നതായിട്ട് ഞാൻ തന്നെ പല പദ്ധതികളിലുള്ളത് ഞാൻ എണ്ണി. അപ്പോൾ ഇങ്ങനെ പദ്ധതികൾ മിക്കവാറും എല്ലാ ബഡ്ജറ്റുകളിലും നമ്മൾ പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് അതിൻ്റെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഒരു ദിശാസൂചകം എന്നുള്ള രീതിയിൽ, ഒരു നയപ്രഖ്യാപനം എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു പ്രഖ്യാപനമാണെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം. പക്ഷേ ഒരു ബഡ്ജറ്റ് എന്നുള്ള രീതിയിലാണെങ്കിൽ അതിൽ കൃത്യമായിട്ട് പദ്ധതികൾ ഏതൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് എടുത്ത് ചർച്ച ചെയ്താൽ ഈ 3.25 മണിക്കൂർ എന്നുള്ളത് നമുക്ക് വളരെ സമയം ചുരുക്കി ഇത് അവസാനിപ്പിക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ഈ ഒരു കാര്യം കൂടി, ഇതിൽ
ജോസഫ് സി മാത്യുവിന് ഇതൊരു ബഡ്ജറ്റായി തോന്നാത്തതിന്റെ കാരണം, അഥവാ ബഡ്ജറ്റായി ജോസഫ് സി മാത്യുവിന് ഫീൽ ചെയ്യാത്തതിന്റെ കാരണം, ഇതിൽ പറഞ്ഞിരിക്കുന്ന പല പദ്ധതികൾക്കും വേണ്ടത്ര തുക കണ്ടെത്തിയിട്ടില്ല ഈ ഡോക്ടർ ടി എം തോമസ് ഐസക് എന്നതുകൊണ്ടാണോ? അതല്ല, ഇതിൽ പലതും ഇനി വരാൻ പോകുന്ന സർക്കാരിന് നടപ്പിലാക്കാൻ കഴിയാത്ത വിഷ് ലിസ്റ്റാണ് എന്നുള്ളത് കൊണ്ടാണോ? കാരണം ഇതിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഡോക്ടർ ടി എം തോമസ് ഐസക് നമ്മളോട് പറഞ്ഞത്, 24-നോട് തന്നെ പ്രതികരിച്ചത്, വിവിധ പദ്ധതികളെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതിയായിട്ടാണ് ഈ തൊഴിലവസരങ്ങളുടെ സൃഷ്ടിയെ കണക്കാക്കുന്നത് എന്നാണ്. ഇതിനകം തന്നെ നിലവിലിരിക്കുന്ന ചില പദ്ധതികളുണ്ട്, ആ പദ്ധതികളെ സംയോജിപ്പിച്ചുകൊണ്ട് സർക്കാർ കൊടുക്കുന്നു. അതിന് അധിക ബാധ്യതയൊന്നുമില്ല. ആ അധിക ബാധ്യത കണ്ടെത്താതെ എന്ത് ചെയ്യാൻ സാധിക്കും? ഉദാഹരണത്തിന് അദ്ദേഹം പറയുന്നു, കെ-ഫോൺ പദ്ധതിയിലൂടെ എല്ലാ വീടുകളിലേക്കും ഇന്റർനെറ്റ് എത്തുന്നു. അതിൽ BPL കുടുംബങ്ങളിൽ സൗജന്യമായി എത്തുന്നു. ആ വീടുകളിലുള്ള കരിയർ ബ്രേക്ക് എടുത്ത സ്ത്രീകൾക്ക് തൊഴിൽ കണ്ടെത്താൻ കഴിയുന്ന വിധത്തിൽ അവരെ തൊഴിൽ നൈപുണ്യ വികസനം നടത്തി തൊഴിലിന് പ്രാപ്തമാക്കി ഒരു ഡിജിറ്റൽ ലേബർ ബാങ്ക് ഉണ്ടാക്കുകയാണ്. അതിൽ നിന്ന് കമ്പനികൾ വരെ എടുക്കും എന്നതാണ് ഡോക്ടർ ടി എ തോമസ് ഐസക് പറയുന്നത്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെയുള്ള 20 ലക്ഷം ആളുകളുടെ തൊഴിൽ അങ്ങനെയെന്നാണ് പറയുന്നത്. അരുൺ, ഞാനത് പറയാം. അതായത് നിങ്ങളുടെ ആമുഖത്തിലും പറഞ്ഞു ഇതൊരു നോളജ് സൊസൈറ്റിയിലേക്കുള്ള ഒരു വളർച്ചയായിട്ടാണ്, ഒരു മാറ്റം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ പറഞ്ഞത്. 2007 അന്ന് VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ IT പോളിസി നമ്മൾ പറഞ്ഞത് ടുവേർഡ്സ് ആൻ ഇൻക്ലൂസീവ് നോളജ് സൊസൈറ്റി, ഇതാണ് നമ്മൾ മുന്നോട്ട് വെച്ച ഒരു സ്ലോഗൻ. അതിന് നമ്മൾ പല കാര്യങ്ങൾ, അതിൻ്റെ കർമ്മപദ്ധതികളും പ്രഖ്യാപിച്ചു. ഹബ് ആൻഡ് സ്പോക്ക് മോഡലിൽ കേരളത്തിൽ വികേന്ദ്രീകൃതമായിട്ട് IT പാർക്കുകൾ കൊണ്ടുവരിക, സ്വതന്ത്ര സോഫ്റ്റ്വെയർ സ്കൂളുകളിൽ ITH സ്കൂളിലൂടെ പ്രചരിപ്പിക്കുക, നോളജ് സൊസൈറ്റികൾ ആരംഭിക്കുക, ഗ്രാമീണ തലത്തിൽ ചെറിയ നോളജ് പാർക്കുകൾ തുടങ്ങുക. ഇത് പലതും നമ്മൾ ശ്രമിച്ചു. അതിൽ കുറേ കാര്യങ്ങൾ വിജയിച്ചു. ഇപ്പോൾ ഉദാഹരണത്തിന് നോളജ് വില്ലേജ് അടിസ്ഥാനത്തിൽ തുടങ്ങിയത് പരാജയപ്പെട്ടു. അതിൻ്റെ കാരണം കേന്ദ്ര സർക്കാരിൻ്റെ നയം അനുസരിച്ച് പ്രത്യേക സാമ്പത്തിക മേഖലകൾ 25 ഏക്കറെങ്കിലും ഉള്ളിടത്തെ അതിൻ്റെ സഹായം കിട്ടത്തുള്ളൂ. അവിടെ പ്രവർത്തിച്ചാൽ ടാക്സ് എക്സംപ്ഷൻ കിട്ടത്തില്ല. പാർക്കുകളിൽ, മെയിൻ പാർക്കുകളിൽ 25 ഏക്കറുള്ള പ്രത്യേക സാമ്പത്തിക മേഖലകളാണ് അത് കിട്ടും എന്ന് വന്നിടത്ത് അത് പരാജയപ്പെട്ടു, നമുക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. നമ്മൾ ഈ പഠിച്ചിറങ്ങുന്നവർക്ക് സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ് പോലെ നമ്മൾ ഫിനിഷിംഗ് സ്കൂൾസ്, ഞാൻ പേര് മറന്നുപോയിരുന്നു, ആ ഫിനിഷിംഗ് സ്കൂളുകൾ ആരംഭിച്ചു. അത് പരാജയപ്പെട്ടു പോയി. എല്ലാ ട്യൂട്ടോറിയൽ കോളേജും പേര് മാറ്റുക മാത്രമേ ചെയ്തുള്ളൂ. അത് പരാജയപ്പെട്ടതിൻ്റെ നമ്മുടെ ഒരു ലേണിംഗ് എന്ന് പറഞ്ഞാൽ, വിവരവിനിമയ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് സ്കൂൾ തലം മുതൽ ഇൻട്രാക്റ്റീവായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഇപ്പോൾ നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ, ഉദാഹരണത്തിന് റിസോർട്ടുകളെ ഓഫീസുകളായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. എന്താണ് അതിൻ്റെ സാഹചര്യം? വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്നിടത്ത് വീടുകളിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ ഈ വിവര സുരക്ഷ സംബന്ധിച്ച ആക്ഷേപമുള്ള ചില ക്ലൈൻറ്റ് അത് അനുവദിക്കാതെ വരുന്നു. അതുകൊണ്ട് ഒരു മുറി, ഒരു ക്യൂബിക്കിൾ എന്നുള്ളതിന് പകരം ഒരു മുറിയിലിരുന്ന് വർക്ക് ചെയ്യാവുന്ന തരത്തിൽ 1-2 സ്ഥലങ്ങളിൽ ഒരു റിസോർട്ടോ അതുപോലുള്ള വാടകയ്ക്ക് കെട്ടിടങ്ങളെടുത്ത് അത് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനെ ഒരു മോഡൽ എന്നുള്ള രീതിയിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. രണ്ടാമത് കെ-ഫോണിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു. കെ-ഫോൺ പദ്ധതിക്ക് ഞാൻ എതിരല്ല, ഞാനത് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ കെ-ഫോൺ പദ്ധതി എന്ന് പറയുന്നത് അതിൻ്റെ ലാസ്റ്റ് മൈൽ കേബിൾ ലേയിങ് മാത്രമാണ്, അതായത് സംസ്ഥാനത്തോടുള്ള കേബിൾ ലേയിങ് മാത്രമാണ്. അപ്പോൾ അദ്ദേഹം അതങ്ങനെ പറയുന്നില്ല, നമ്മൾ കുറച്ചുപേർ അതിനെ അങ്ങനെ വ്യാഖ്യാനിക്കുന്നതാണ്. അത് കുത്തക അവസാനിപ്പിക്കുമെന്ന് പറയാൻ സംസ്ഥാനത്ത് ഇപ്പോൾ അങ്ങനെ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡിങ്ങിന് ഒരു കുത്തകയുണ്ടോ? നമ്മുടെ കളക്ടറേറ്റുകളിൽ ജിയോ ആയിരിക്കുമല്ലോ സ്വാഭാവികമായും മനസ്സിലുണ്ടാവുക. ശ്രീ ജോസഫ് സി മാത്യു, ജിയോയുടെ കുത്തക ഉണ്ടാവില്ല എന്നായിരിക്കില്ലേ പറയാതെ പറഞ്ഞിട്ടുള്ളത്? അത് പറയുന്നതിൽ തെറ്റില്ല. പക്ഷെ നമ്മുടെ കളക്ടറേറ്റുകളിലും എല്ലാം ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന BSNL ആണ്. അപ്പോൾ ആദ്യം ഇത് പുറത്താക്കപ്പെടുക BSNL ആവും. നമ്മുടെ ഈ കേബിൾ ശൃംഖല ഏത് ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിനും ഉപയോഗിക്കാം. അപ്പോൾ ഇതെന്താ സംഭവിക്കുന്നത്? നമ്മുടെ വീട്ടിലൊരു ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ വരുന്നു, നമുക്കൊരു കണക്ഷൻ തരുമ്പോൾ നമ്മുടെ വീട് വരെ അതിൻ്റെ കേബിൾ ശൃംഖല കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ആ കമ്പനിയുടെ ആണെങ്കിൽ, ഇവിടെ നമ്മൾ വാളയാർ മുതൽ ഇവിടം വരെയുള്ള ആ കേബിൾ ശൃംഖല നമ്മൾ ഇടുന്നു, സർക്കാർ ഇടുന്നു. അപ്പോൾ ആ സർക്കാർ ഇടുന്നു എന്നുള്ളത് കൊണ്ട് അതിന് കിട്ടുന്ന അവരുടെ ക്യാപിറ്റൽ കോസ്റ്റ് കുറവുണ്ട്, അത് കുറച്ച് തരും. അപ്പോൾ കെ-ഫോൺ എല്ലാ സ്ഥലത്തും ഇത് എത്തിക്കാൻ ശ്രമിക്കുന്നു. കൊമേഴ്ഷ്യലായിട്ട് നോക്കിയാൽ അവരെത്തിക്കാത്ത സ്ഥലങ്ങളിലും കൂടെ എത്തിക്കും എന്ന് പറയുകയാണെങ്കിൽ അതിനോട് നമുക്ക് യോജിപ്പുണ്ട്. പക്ഷേ അതിന് പകരം ഇത് കുത്തക തകർക്കും, ഇത് വരുന്നതോടുകൂടി ഇവിടെ എല്ലാവരും തൊഴിൽ സജ്ജരാകും എന്നൊക്കെ പറയുന്നത് വളരെ വലിയ ഓവർ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഇപ്പം ഒരു സ്ഥലത്ത് മുനിസിപ്പൽ ഏരിയയിൽ 5000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കെട്ടിടം ഉണ്ടെങ്കിൽ
അവിടെ ഞങ്ങൾ വർക്ക് സ്റ്റേഷനാകും, അവിടെ വന്ന് ജോലി നിറയുമെന്ന് പറയുന്നത് ഒരു അബദ്ധധാരണയാണ്. നമുക്ക് കെട്ടിടമില്ലാത്തത് കൊണ്ടോ ഓഫീസ് സ്പേസ് ഫർണിഷ് ചെയ്യാത്തത് കൊണ്ടോ അല്ല നമുക്ക് തൊഴിൽ ലഭിക്കാത്തത്, ആ കോൺട്രാക്റ്റ് ലഭിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇതിനെ നമ്മൾ വളരെ ലഘൂകരിച്ച് കാണുന്നത് കൊണ്ട് നമ്മുടെ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. ശരി. പക്ഷേ ജോസഫ് മധ്യ അവിടെയും ചില കണക്കുകൾ പറയുന്നുണ്ട് ടി.എം. തോമസ് ഐസക്. ഈ കോവിഡ് കാലത്ത് ഈ കരിയർ ബ്രേക്ക് സംഭവിച്ച ഏകദേശം 16 ലക്ഷത്തോളം ആളുകളുടെ കണക്ക് തന്നെ എടുത്തു, ചെറുപ്പക്കാരുടെ കണക്കെടുത്തിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ്. അവർക്ക് പുറത്തു പോകാൻ കഴിയില്ല. സ്വാഭാവികമായും അവരുടെ വീടിനടുത്തൊരു വർക്ക് സ്റ്റേഷൻ സംവിധാനം ഉണ്ടാക്കുന്നുവെന്നാണ് പറയുന്നത്. ഞാൻ അങ്ങയിലേക്ക് വരാം തിരിച്ച്. നമുക്കൊപ്പം CP ജോൺ കൂടിയുണ്ട്. CP ജോൺ, ഈ ബഡ്ജറ്റിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുമ്പോഴും ഓവർ സ്റ്റേറ്റ്മെന്റ് എന്ന രീതിയിലാണ് ചിലരതിനെ വിവക്ഷിക്കുന്നത്. ഇപ്പോൾ അൺറിയലിസ്റ്റിക് ബഡ്ജറ്റ് എന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നു. കാരണം വലിയ രീതിയിലുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. അതെല്ലാ തവണയും ഡോക്ടർ ടി.എം. തോമസ് ഐസക് പ്രഖ്യാപിക്കും. പക്ഷേ ഇത് എവിടെ നിന്ന് എടുത്ത് ഈ പദ്ധതിയുടെ നിർവഹണം നടത്തുമെന്ന ചോദ്യത്തിന് പദ്ധതി ആദ്യം പ്രഖ്യാപിച്ചിട്ട് വരും പണം എന്ന വിശ്വാസത്തിലാണ്. പക്ഷേ കിഫ്ബിയുടെ കാര്യത്തിൽ അങ്ങനെ പണം വന്നിട്ടില്ല എന്ന യാഥാർത്ഥ്യം മുൻപിലുണ്ട്. ആ അടിസ്ഥാനത്തിൽ ഇതൊരു ഡ്രീം ബഡ്ജറ്റായി, ഒരു മാനസിക വ്യാപാരം, ഒരു മോഹ വ്യാപാരം മാത്രമായി നിൽക്കുന്നു. ചെപ്പടി വിദ്യ എന്ന രീതിയിലാണോ താങ്കളും ഈ ബഡ്ജറ്റിനെ കാണുന്നത്, CP ജോൺ? ഇതിൽ ഞാൻ ഈ ബജറ്റിൻ്റെ വായന മുതൽ അതിൻ്റെ ഉള്ളടക്കം വരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എൻ്റേതായിട്ടുള്ളൊരു നെറേറ്റീവ് പറയുകയാണെങ്കിൽ, എങ്ങനെ ഒരു ബജറ്റ് വായിക്കരുത് എന്നതിൻ്റെ ഉദാഹരണമായിട്ടാണ് ഇന്നത്തെ ബജറ്റ് വായനയെക്കുറിച്ച് എനിക്ക് തോന്നുന്നത്. സ്പീക്കർക്ക് ബജറ്റ് വായിക്കുന്നത് നിർത്തണം എന്ന് പറയേണ്ടി വന്ന ആദ്യത്തെ ബജറ്റ് വായനയാണിത്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മാത്രമല്ല, ഈ ബജറ്റ് വായിക്കുന്നതിന് പകരം സ്കീംസ് വായിക്കുക. ഇപ്പോൾ പ്ലാനിംഗ് ബോർഡിൻ്റെ പ്ലാൻ എടുത്ത് വായിച്ചാൽ ആനുവൽ പ്ലാൻ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ 10,500 പേജ് ഉണ്ടാവും. അതിലെ ഓരോ പേജുകൾ എടുത്ത് ഇങ്ങനെ വായിക്കാൻ തുടങ്ങിയാൽ 60 മണിക്കൂർ വേണ്ടി വരും വായിച്ചു തീർക്കാനായിട്ട്. അങ്ങനെ വായിച്ചു തീർക്കുകയും ഇഷ്ടപ്പെട്ട ചില വിഷയങ്ങൾ, ഉദാഹരണത്തിന് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഇഷ്ട വിഷയം അദ്ദേഹം തന്നെ വളർന്നു വന്ന ഹയർ എഡ്യൂക്കേഷൻ്റെ ചില സ്ഥാപനങ്ങളെക്കുറിച്ചാണ്. അതിനകത്ത് എടുത്ത് ഏതാണ്ട് 20 മിനിറ്റ് സമയമാണ് എടുത്തത്, അല്ലെങ്കിൽ എത്രയോ പേജുകളാണ് വായിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള വായനകളോട് തന്നെ ഞാൻ ആദ്യമായിട്ട് വിയോജിക്കുകയാണ്. പക്ഷേ ഉള്ളടക്കത്തിലാണ് പ്രശ്നം. ഉള്ളടക്കത്തിൽ ഇത്തരം വിശദാംശങ്ങൾ എന്തിനാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ഞാൻ അതിൻ്റെ രാഷ്ട്രീയം കാണുകയാണ്. ഒരുപാട് വിശദാംശങ്ങൾ പറയുമ്പോൾ ആ കോറ് കാണാതെ പോകും, യഥാർത്ഥ പ്രശ്നങ്ങൾ കാണാതെ പോകും. ഞാനതുകൊണ്ടാണൊരു മാധ്യമത്തിൽ പറഞ്ഞത്, ചിത്രമെടുക്കുന്നത് പോലെയല്ല എക്സ്റേ ചിത്രം എടുത്താൽ ഒരാളുടെ മുഖം കാണുക. എവിടെയാണ് ഫ്രാക്ചർ എന്നറിയാതിരിക്കാൻ വേണ്ടി നമ്മൾ വസ്ത്രം ധരിച്ചിട്ട് കാര്യം, നല്ല ഉടുപ്പിട്ടിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഒരുപാട് ആളുകൾ ഇങ്ങനത്തെ ഡീറ്റെയിൽസ് പറഞ്ഞപ്പോൾ ആ ഡീറ്റെയിൽസിൽ നഷ്ടപ്പെട്ടത് ഈ ബജറ്റിൻ്റെ മൗലികമായ ക്ഷീണങ്ങളാണ്, ദൗർബല്യങ്ങളാണ് എന്നതാണ് എൻ്റെ വാദത്തിൻ്റെ അടിത്തറ. കാരണം ഈ ബജറ്റിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, ഈ ബജറ്റ് കാലത്ത് തന്നെ ഉണ്ടായിട്ടുള്ളൊരു പ്രീ കോവിഡ് കാലവും അതുപോലെ തന്നെ ഒരു പോസ്റ്റ് കോവിഡ് കാലം അല്ലെങ്കിൽ കോവിഡ് കാലവും ഉണ്ട്. എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരവാദിത്തം അല്ലെങ്കിൽ പ്രശ്നങ്ങളും ഉണ്ടായത് കോവിഡ് കൊണ്ടാണ് എന്ന് അദ്ദേഹം പലവട്ടം പറയാതെയും പറഞ്ഞുമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വാസ്തവത്തിൽ കോവിഡിൽ മരിച്ചവർക്ക് വേണ്ടി ഒരു അനുശോചനം പോലും അദ്ദേഹം രേഖപ്പെടുത്തിയില്ല. അത് ഇരിക്കട്ടെ, കോവിഡിൽ മരിച്ച കുടുംബങ്ങളുടെ കാര്യം അദ്ദേഹം സ്റ്റാറ്റിസ്റ്റിക്സ് പ്രസൻറ്റ് ചെയ്തില്ല. കേരളത്തിൽ എത്ര പേര് വർക്കിംഗ് പോപ്പുലേഷനിൽ മരിച്ചു, എത്ര പേര് ഏജ്ഡായിട്ട് മരിച്ചു, എത്ര കുട്ടികൾ മരിച്ചു, ഇതൊന്നും പറഞ്ഞില്ല. അവർക്കെന്തെങ്കിലും ധനസഹായം പ്രഖ്യാപിക്കുമെന്ന് ഞാൻ തീർച്ചയായിട്ടും പ്രതീക്ഷിച്ചിരുന്നു. അതൊന്നും ചെയ്തില്ല. കോവിഡ് കൊണ്ട് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള തൊഴിലുകൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊന്നും പറഞ്ഞില്ല. മാത്രമല്ല, കോവിഡ് ബാധിച്ച് ചികിത്സ ഗവൺമെൻറ് നടത്തി, ഓക്കെ, കിറ്റും കൊടുത്തു. പക്ഷേ ആ കോവിഡ് ബാധയുടെ ഭാഗമായിട്ട് തകർന്നു പോയിട്ടുള്ള ചായക്കട മുതൽ പല സ്ഥാപനങ്ങളുണ്ട്. അച്ഛൻ മരിച്ചിട്ടുള്ള പ്രശ്നമുണ്ട്, അമ്മ മരിച്ച പ്രശ്നമുണ്ട്. അതിനെക്കുറിച്ചൊന്നും പരാമർശിക്കാതെ ഇദ്ദേഹം തന്നെ ഓഖി ദുരന്തമുണ്ടായ സമയത്ത് കാണിച്ച ജാഗ്രത നല്ലതായിരുന്നു. അന്ന് അതിന് നല്ലതെന്ന് തന്നെയാണ് പറഞ്ഞത്. 20 ലക്ഷം രൂപ ഓഖിയിൽ മരിച്ചവർക്ക് കൊടുക്കുകയും ചെയ്തു. പിന്നെ അവർക്ക് ക്യാഷ് ചെയ്യാൻ പറ്റുള്ളൂ. അത്തരത്തിൽ മരിച്ച കുടുംബങ്ങളെ സംരക്ഷിക്കാൻ, രോഗം വന്ന് തകർന്നു പോയിട്ടുള്ള ആളുകളുടെ അവരുടെ വ്യവസായങ്ങളോ ചെറിയ വ്യാപാരങ്ങളോ സംരക്ഷിക്കാൻ, ആ കുടുംബങ്ങളിൽ അച്ഛനും അമ്മയും മരിച്ചുപോയ കുട്ടികളുണ്ട്, അവരെ ഒന്ന് നോക്കാൻ, അതിനെക്കുറിച്ചൊന്ന് പരാമർശിക്കുക പോലും ചെയ്യാതെ കോവിഡിനെ വളരെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ കോവിഡിന് മുമ്പ് തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ ധനസ്ഥിതിയും കേരളത്തിൻ്റെ സമ്പദ്ഘടനയും തകരാൻ ഇരിക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം. ഞാനൊരു മിനിറ്റ് എനിക്ക് അനുവദിക്കുമെങ്കിൽ 2018-19 ഒരു ബേസായിട്ട് വെച്ചാൽ അന്ന് 1,06 കോടി രൂപയായിരുന്നു വരുമാനം.
അത് കഴിഞ്ഞ പ്രാവശ്യം ഒരു ഏതാണ്ട് 964,000 കോടി കുറഞ്ഞു. ഇപ്പോൾ 93,114 കോടി രൂപയാണ് വരുമാനം. അത് കോവിഡാണ്. പക്ഷെ കഴിഞ്ഞ വർഷം തന്നെ 1000 കോടി കുറഞ്ഞു. അന്ന് കോവിഡ് ഇല്ല. ആദ്യത്തെ പ്രളയകാലത്ത് പോലും 1,06,000 കോടി രൂപ കിട്ടി. അപ്പോൾ ഇന്നിപ്പോൾ 1,06,000 നിന്നും 93,000 കോടിയിലേക്ക് കുത്തനെ ഇടിഞ്ഞു. അതേസമയം റവന്യൂ കമ്മിയോ 13,000 നിന്ന് 17,000 ഇപ്പോൾ 24,000 കൂടി. കേരളം ഇത്രയും വലിയ റവന്യൂ കമ്മിയുള്ള ബജറ്റ് കണ്ടിട്ടില്ല. അപ്പോൾ ഇത്തരം കാർഡിനൽ ഇഷ്യൂസ്, ഇതിൻ്റെ എല്ലാം കാരണം തോമസ് ഐസക്കാണ് എന്നല്ല ഞാൻ പറയുന്നത്. ഇത്തരം കാർഡിനൽ ഇഷ്യൂസ് ജനങ്ങളോട് പറയുന്നതിന് പകരം പുതിയ പുതിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താ പറയുക, വളരെ എല്ലാവരും അംഗീകരിക്കുന്ന അച്യുതമേനോനെ കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നത് കേട്ടു. അച്യുതമേനോൻ പണ്ടൊരു ചീത്ത വാക്കായിരുന്നു, ഇപ്പം നല്ല വാക്കായിരുന്നു, നല്ല കാര്യമാണ്. അപ്പൊ ആ അർത്ഥത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു സമയം പോയി അവസാനം ഒന്നും വായിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഈ പറഞ്ഞതിനോടുള്ള പ്രതികരണം കൂടി എടുത്തതിന് ശേഷം രണ്ടാമത്തെ ഉള്ളടക്കത്തിന്റെ ഭാഗത്തേക്ക് ഞാൻ വരാം. CP ജോൺ, ഇതിൽ അങ്ങ് പറഞ്ഞതിൽ 1-2 കാര്യങ്ങളിൽ സംശയം എനിക്കുള്ളത്, ഇതിൽ ഈ അച്യുതമേനോന്റെ കാര്യം പറയുന്നതാണെങ്കിലും പട്ടുവിന്റെ കാര്യം പറയുന്നതാണെങ്കിലും സുദർശന്റെ കാര്യം പറയുന്നതാണെങ്കിലും KN രാജിന്റെ കാര്യം പറയുന്നതാണെങ്കിലും ഈ സ്ഥാപനങ്ങളുടെയൊക്കെ ഗവേഷണത്തിന്റെ പദ്ധതികളുമായി ബന്ധപ്പെട്ട് പേരിന്റെ നാമകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഗോൾവാൾക്കർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് വരുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ആവർത്തിച്ച് പറയുകയാണ് ഇതുമായി ബന്ധപ്പെട്ട പരിണിതപ്രജ്ഞരായ ആളുകളുടെ പേരാണ് ആ ഗവേഷണ സ്ഥാപനത്തിൽ ഇടുന്നത് എന്നാണ്. ഞാൻ അതിലേക്ക് വരാം CP ജോൺ. അതിനു മുമ്പ് ഇപ്പോൾ BJP പ്രതിനിധികളുടെ പ്രതികരണം എടുത്തതിന് ശേഷം ഞാൻ MP രാജേഷിലേക്ക് വരാം. സ്വാഭാവികമായും MP രാജേഷിന് ഇതിന് മറുപടി പറയേണ്ടതുണ്ട്. ശ്രീ PK കൃഷ്ണദാസ്, ഈ ബഡ്ജറ്റിനെ ഒരു കടലാസ് രാജാവിന്റെ വ്യാപാരം എന്നാണ് BJP വിശേഷിപ്പിച്ചത്. നിയമസഭയിലെ പ്രകടന പത്രികയുടെ പ്രകടനം എന്ന രീതിയിലാണ് BJP അതിനെ കാണുന്നത്. പക്ഷേ ഇതിൽ ഈ യുവജനങ്ങളെ ആകർഷിക്കത്തക്ക രീതിയിൽ 60 ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ വ്യത്യസ്ത മേഖലകളിലായി മൊത്തം കണക്കെടുത്താൽ ഈ ബഡ്ജറ്റിലുണ്ട് എന്നാണ് ഇപ്പോൾ ജോസഫ് സി മാത്യുവും പറഞ്ഞത്. ഇതിൽ കിഫ്ബി അടക്കമുള്ള ഫണ്ടിംഗ് ഉണ്ട്, ഒപ്പം സർക്കാർ സമയോചിതമായിട്ട് ഇടപെട്ടുകൊണ്ടുള്ള സ്കിൽ ഡെവലപ്മെൻ്റ് ഉണ്ട്. അങ്ങനെ തൊഴിലിന് പ്രാമുഖ്യം നൽകിയുള്ളൊരു ബഡ്ജറ്റ്, അത് ജനപ്രിയമായ ബഡ്ജറ്റ്, പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ, ഭക്ഷ്യക്കിറ്റ് തുടരും, 50 ലക്ഷം ആളുകൾക്ക് 15 രൂപയ്ക്ക് 10 കിലോ അരി, ഇങ്ങനെ ജനപ്രിയമായവയെല്ലാം ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ളതാണെങ്കിലും ആ ബഡ്ജറ്റ് ഒരു നല്ല എക്സസൈസിന്റെ പ്രൊഡക്റ്റ് ആണ് എന്ന് PK കൃഷ്ണദാസ് സമ്മതിക്കുമോ? ഇല്ല, ഞാൻ ഈ ബഡ്ജറ്റിൻ്റെ ഞങ്ങൾ കാണുന്നത് ഇത് സത്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രസംഗമായിട്ട് നമ്മുടെ ബഡ്ജറ്റ് അവതരണത്തെ ശ്രീമാൻ തോമസ് ഐസക് അധപ്പതിപ്പിച്ചു എന്നുള്ളതാണ്. കാരണം നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചത് ഇന്നലെ സാമ്പത്തിക സർവേ വന്നതിനെ തുടർന്നാണ് ഇന്ന് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. നമ്മുടെ സമ്പദ് വ്യവസ്ഥ കൂപ്പുകുത്തുകയാണ്, തകർച്ചയുടെ നെല്ലിപ്പടിയിലേക്ക് എത്തി നിൽക്കുന്നു. ഇത് കേവലം നമ്മുടെ രാഷ്ട്രീയ ആരോപണമല്ല. ഇന്നലെ ധനമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ച സാമ്പത്തിക സർവേയിൽ അക്കമിട്ട് നിരത്തുന്നതാണ്. അതായത് നമ്മുടെ വാർഷിക വളർച്ചാ നിരക്ക് ഏറ്റവും താഴോട്ട് പോയി. അതേപോലെ തന്നെ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ 3 മേഖലകളായിട്ടുള്ള കാർഷിക മേഖല, വ്യാവസായിക മേഖല എന്നും കേരളം മുന്നോട്ട് പോയിട്ടുള്ള സേവന മേഖലയിലടക്കം നമ്മൾ വളരെയധികം തകർന്ന് തരിപ്പണമായി. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും അതോടൊപ്പം തന്നെ പൊതുകടം ഏതാണ്ട് ഇവർ അധികാരത്തിൽ വരുന്ന സമയത്ത് 1.5 ലക്ഷം കോടിയാണെങ്കിൽ ഇന്നത് 3 ലക്ഷം കോടിയിലധികം ഉയർന്നിരിക്കുന്നു. ഏതാണ്ട് ആളോഹരി കടം 77,000 കോടിയായി മാറിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ തൊഴിലില്ലായ്മ അതിരൂക്ഷമായി മാറിയിരിക്കുന്നു. കേരളത്തിൽ നമ്മുടെ ദേശീയ തലത്തിൽ 5% തൊഴിലില്ലായ്മ നിരക്കെങ്കിൽ കേരളത്തിൽ അത് 10.5% വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ തകർന്ന് തരിപ്പണമായൊരു സമ്പദ് വ്യവസ്ഥയിലേക്കാണ് 5 വർഷക്കാലത്തെ ഇടതുമുന്നണി ഭരണം കേരളത്തെ കൊണ്ടുചെന്നെത്തിയത്. ഈ തകരുന്ന സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാൻ എന്തെങ്കിലും ശാസ്ത്രീയവും പ്രായോഗികവുമായ പദ്ധതികളുടെ പാക്കേജുകളുടെ പ്രഖ്യാപനം നമ്മുടെ ധനമന്ത്രിയുടെ ഭാഗത്തുണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. പക്ഷെ അതൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അയഥാർത്ഥമായ, അപ്രായോഗികമായ, അശാസ്ത്രീയമായ കഴിഞ്ഞ 5 ബഡ്ജറ്റുകളിൽ താൻ അവതരിപ്പിച്ചതിൻ്റെ ആവർത്തനം അതായിരുന്നു ഇന്നത്തെ നമ്മുടെ ധനമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇതിലൊന്നുമില്ല. ഒരു സംശയം, ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ഡോക്ടർ TM തോമസ് ഐസക് പറഞ്ഞത് ഒരു ട്രഷറി ബാനും ഈ സർക്കാരിന്റെ കാലത്തുണ്ടായില്ല. 5.5 കോടി ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ റാങ്കിംഗ് പട്ടികയിൽ 10ൽ 1 കേരളം പോകുന്നു. ഇപ്പോൾ 28ാം സ്ഥാനത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് 10ൽ 1 എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. വിലക്കയറ്റം അരക്കോളം വാർത്ത പോലും ആയില്ല.
വിശപ്പുരഹിത പദ്ധതി വളരെ സക്സസ്ഫുള്ളായി നടപ്പിലാക്കി. ഇനി തരിശുരഹിത പദ്ധതിയുണ്ട്, പരമദാരിദ്ര്യരെ കണ്ടെത്തും. ഇതൊക്കെയാണ്. ഞാൻ ചോദിക്കട്ടെ ശ്രീ അരുൺ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വളർച്ചാ നിരക്ക് എത്രയാ? 6.49% നിന്ന് 3.45%-ലെത്തി. നമ്മുടെ ദേശീയ തലത്തിൽ നമ്മുടെ 3.5-നും 4% എത്തി നിൽക്കുകയാണ്. ഏതായാലും ഈ 29-ാം തീയതി കേന്ദ്ര ഗവൺമെൻറ്റും ഈ സാമ്പത്തിക സർവേ അവതരിപ്പിക്കുക, നമുക്ക് കാണാം. മാത്രമല്ല കാർഷിക വളർച്ചാ നിരക്ക് -2.38-ൽ നിന്ന് -6.62-ലേക്ക് എത്തിയിരിക്കുകയാണ്. കാർഷിക മേഖല തകർന്നു എന്നതിനപ്പുറം എന്താ തെളിവുള്ളത്? ഇനി എന്താ അധികം തെളിവെന്താ ആവശ്യം? വ്യാവസായിക മേഖല 6.23%-ൽ നിന്ന് 2.73%-ൽ എത്തിയിരിക്കുകയാണ്. സേവന മേഖല നമ്മൾ എപ്പോഴും അഭിമാനിക്കുന്ന ഒരു മേഖലയാണ് സേവന മേഖല. 7.78%-ൽ 4.01%-ൽ എത്തി നിൽക്കുന്നു. മാത്രമല്ല ശ്രീ അരുൺ സൂചിപ്പിച്ചല്ലോ, തൊഴിൽ രഹിതരായ ചെറുപ്പക്കാരെ ആകർഷിക്കുകയാണ് ചെയ്ത്. ഞാൻ ചോദിക്കട്ടെ, തൊഴിൽ രഹിതരായ ചെറുപ്പക്കാരെ അവരെ വഞ്ചിക്കുന്ന നിലപാട് ആവർത്തിക്കുകയല്ലേ ചെയ്തത്? ഒരു വർഷം 5 ലക്ഷം തൊഴിൽ, അങ്ങനെ 5 വർഷം കൊണ്ട് 25 ലക്ഷം തൊഴിൽ എന്നതായിരുന്നില്ലേ പ്രഖ്യാപനം? ഇപ്പോഴെവിടെ എത്തി? നമ്മുടെ ദേശീയ ശരാശരിയേക്കാൾ വലിയ തൊഴിലില്ലായ്മ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു എന്ന് മാത്രമല്ല, നേരത്തെ CP ജോൺ സൂചിപ്പിച്ച ശരിയാണ്. ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ, ഇപ്പം വിദേശ മലയാളികൾ 13 ലക്ഷം വന്നു എന്നാണ് പറയുന്നത്, 60%. പക്ഷേ 13 ലക്ഷത്തിലധികം ഉണ്ടാവാനാണ് സാധ്യത. എന്തായാലും ഞാൻ ഗവൺമെൻറ് കണക്ക് ഞാൻ ശരിവെക്കുന്നു, 13 ലക്ഷം അവരിവിടെയുണ്ട്. അതേപോലെ തന്നെ നിർമ്മാണ മേഖലയിലും ബാർബർ തൊഴിലാളികളും അതുപോലെ തന്നെ ഓട്ടോറിക്ഷ തൊഴിലാളി, അങ്ങനെ നിരവധി മേഖലയിലെ തൊഴിലാളികൾ തൊഴിൽരഹിതരായി കൊറോണയിൽ. ഇവരെയൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്തോ ഇവിടെ? അതായത് ബഡ്ജറ്റിന് അടിസ്ഥാനമായി ഉണ്ടാവേണ്ട ഒരു ഫോക്കസ് ഉണ്ടായില്ല. ബഡ്ജറ്റ് ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ സംസ്ഥാനം ആഴ്ന്നിരിക്കുന്നുവെന്ന ഒരു യാഥാർത്ഥ്യ ചിത്രത്തെ ഈ ബഡ്ജറ്റ് പ്രതിഫലിപ്പിക്കുന്നില്ല. അത് മറച്ചുവെക്കാൻ നടത്തുന്ന ഒരു ശ്രമം എന്ന രീതിയിലാണ് CP ജോണും താങ്കളും അതിനെ കാണുന്നത്. ഒരു പരിധിവരെ ജോസഫ് സി മാത്യുവും അതിനെ കാണുന്നത് അങ്ങനെ തന്നെയാണ്. ഒരു നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ സ്വഭാവമുള്ള ബഡ്ജറ്റ്, ഒരു റിയലിസ്റ്റിക് ബഡ്ജറ്റിന്റെ സ്വഭാവം അതിനില്ല എന്നുള്ളതാണ്. PK കൃഷ്ണദാസ്, ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. ഇതിനുള്ള മറുപടി കൂടി പറഞ്ഞോളൂ, കൂട്ടിച്ചേർത്തോളൂ. ഒരു കാര്യം കൂടി ഉള്ളത്, ഇതിൻ്റെ തികഞ്ഞ ഉത്തരവാദിത്തം LDF സർക്കാരിനാണ്. ഇവർ ബദൽ സാമ്പത്തിക നയം, ബദൽ പദ്ധതി, ബദൽ പരിപാടി എന്നതാണ് അവകാശപ്പെട്ടിരുന്നത്. പക്ഷെ നോക്കൂ, നിങ്ങൾ കൊറോണയെ കുറ്റം പറയുന്നു, അതേപോലെ തന്നെ ഓഖിയെ കുറ്റം പറയുന്നു, അതേപോലെ നോട്ട് നിരോധനത്തെ കുറ്റം പറയുന്നു. പക്ഷേ നോട്ട് നിരോധനം വരുന്നതിൻ്റെ മുൻപത്തെ വർഷം നമ്മുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് ശ്രീ അരുൺ 5.3% പക്ഷേ നോട്ട് നിരോധനം വന്നതിന് ശേഷം 2016-17 7.1%. അതുപോലെ 2017-18 അത് 5.8%, 2018-19 6.2%, 2019-20 ഏറ്റവും താഴെ തലത്തിൽ സാമ്പത്തിക വളർച്ചാ നിരക്ക് 2.6%-ലെത്തി. 2019-20 കൊറോണ വന്നിട്ടില്ല. പക്ഷേ ഡോക്ടർ TM തോമസ് ഐസക് പറയുന്നത് ദേശീയ ശരാശരിയേക്കാൾ മുൻപിലാണ് കഴിഞ്ഞ 5 വർഷത്തിന്റെ വളർച്ചാ നിരക്കെന്നാണ്. ഞാൻ മനസ്സിലാക്കുന്നത് 4.9% ദേശീയ ശരാശരിയിലെ വളർച്ചാ നിരക്കെങ്കിൽ അത് കേരളത്തിൻ്റെത് 5.1 മറ്റോ ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. സംസ്ഥാനത്തിന്റെ വളർച്ചാ നിരക്ക് ശരാശരി കഴിഞ്ഞ വർഷത്തെ മാറ്റിവെച്ചാൽ. ഞാൻ അങ്ങയിലേക്ക് വരാം. സ്വാഭാവികമായി അങ്ങേക്ക് മറുപടി ഉണ്ടാവും. ഒരു നിമിഷം. MP രാജേഷ്, ഇപ്പോൾ ഇവിടെ നമ്മൾ കേട്ട പ്രധാനപ്പെട്ട പ്രതികരണങ്ങളിൽ നിന്നുള്ള പ്രതിപക്ഷത്തിന്റെ CP ജോണിന്റെയും ജോസഫ് സി മാത്യുവിന്റെയും ഒക്കെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ ബഡ്ജറ്റ് പുറമോടിയേറെയുള്ള ഒരു കളർ പടമാണ്. ഈ യഥാർത്ഥത്തിൽ എവിടെയാണ് സാമ്പത്തിക സ്ഥിതിയുടെ പൊട്ടൽ, സാമ്പത്തിക സ്ഥിതിയുടെ അസ്ഥിഭ്രംശം സംഭവിച്ചിരിക്കുന്നത് എവിടെയാണ് എന്നത് ഈ ബഡ്ജറ്റിൽ നോക്കിയാൽ കാണില്ല. അത് വിദഗ്ധമായി മറച്ചുവെച്ചിരിക്കുന്നുവെന്നാണ് ഈ വിമർശകരുടെ കാതൽ. അതുകൊണ്ടാണ് ഇതിന് നയപ്രഖ്യാപനത്തിന്റെ സ്വഭാവം ഉണ്ടായത്, ഇതൊരു പ്രകടന പത്രികയുടെ സ്വഭാവം ഉണ്ടായത് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇതൊരു ജനപ്രിയ ബഡ്ജറ്റാക്കാൻ നടത്തിയ ഓവർ എന്തൂസിയാസത്തിൽ ബഡ്ജറ്റിനുണ്ടായിരിക്കേണ്ട റിയലിസ്റ്റിക് സ്വഭാവം നഷ്ടപ്പെട്ടോ ശ്രീ MP രാജേഷ്? അരുൺ, ഞാൻ പറയാം, വളരെ അസന്തുലിതമായൊരു പാനലാണ് എന്നതുകൊണ്ട് മതിയായ സമയം തന്നാൽ ഉപകാരം. ഇവിടെ ശ്രീ CP ജോണും ശ്രീ PK കൃഷ്ണദാസും സംസാരിക്കുന്നതാണ് ഞാൻ കേട്ടത്. ജോസഫ് സി മാത്യു സംസാരിച്ചത് എനിക്ക് കേൾക്കാനായില്ല. വലിയ വ്യത്യാസം ഉണ്ടാകാൻ ഇടയില്ല എന്നാണ് അനുമാനിക്കുന്നത്. എൻ്റെ അനുമാനം തെറ്റാണെങ്കിൽ തിരുത്തുകയും ചെയ്യാം. കാരണം ഈ രണ്ട് അഭിപ്രായങ്ങളോട് ഒത്തുപോകുന്നതാവാനാണ് സാധ്യത. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഞാൻ ഇവർ രണ്ടുപേരും പറഞ്ഞതിന് മറുപടി പറയാം. ഇവിടെ ശ്രീ CP ജോൺ, അദ്ദേഹം ആസൂത്രണ ബോർഡ് അംഗമായിരുന്ന ആളാണ്.
കാര്യങ്ങളെ ഗൗരവമായിട്ട് കാണാൻ തയ്യാറാവാറുള്ള ഒരാളാണ്. പക്ഷേ രാഷ്ട്രീയമായിട്ടുള്ള സമ്മർദ്ദം അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പുണ്ട്. അദ്ദേഹം UDFന്റെ ഒരു പ്രമുഖനായ നേതാവ് കൂടിയാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു തരത്തിലും ഈ ബജറ്റിനെ അതിൻ്റെ കോർ കാണാനാവില്ല. അദ്ദേഹം ഉപയോഗിച്ച വാക്കതാണ്, മരം മറിഞ്ഞ് കാട് കാണാതിരിക്കുക എന്ന് പറയുന്നത് പോലെ CP ജോൺ കോർ കാണാതിരിക്കുന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, കണ്ടില്ലെന്ന് നടിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ കോർ? ഞാൻ പറയാം. ഇതിൻ്റെ കോർ എന്ന് പറഞ്ഞാൽ വളരെ വലിയ വെല്ലുവിളികളുടെ നടുവിലാണ് ഈ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. ബജറ്റ് എന്നുള്ളതല്ല, കഴിഞ്ഞ 5 വർഷം കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു ഗവൺമെന്റിന് നേരിടേണ്ടി വന്നിട്ടില്ലാത്ത വെല്ലുവിളികൾ. 2 മഹാപ്രളയങ്ങൾ, ഓഖി, നിപ്പ, ഇപ്പോഴിതാ ഇന്ത്യൻ ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ പിടിച്ചുലച്ച കോവിഡ് മഹാമാരി. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഈ ആപത്തിന്റെ മുമ്പിൽ നിസ്സഹായത പ്രകടിപ്പിച്ച് സർക്കാരിന് ഇത്രയൊക്കെ ചെയ്യാൻ കഴിയൂ. നിർമ്മല സീതാരാമൻ പറഞ്ഞതുപോലെ എന്താണ്, ഹാൻഡ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞില്ലേ, ദൈവത്തിന്റെ കൈ എന്നോ, അല്ലെങ്കിൽ ഇതൊക്കെ ദൈവനിശ്ചയമാണ്, നിങ്ങൾ അനുഭവിച്ചുകൊള്ളൂ, ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയൂ, സർക്കാരിന്റെ പരിമിതി മനസ്സിലാക്കണം എന്ന് പറഞ്ഞിരിക്കുകയല്ല ഈ സർക്കാർ ചെയ്തത്. ഈ ബജറ്റ് ഈ ആപത്തിനെ ഒരു വലിയ അവസരമാക്കി തുറന്നിടുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ ഇതിൻ്റെ കോർ ഞാൻ CP ജോൺ പറഞ്ഞതിന് തന്നെ വിശദീകരണം നൽകാം. കോർ എന്താണ്? കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ഒരു നോളജ് എക്കോണമിയായി പരിവർത്തിപ്പിക്കുക, വിജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയായിട്ട് പരിവർത്തിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ കോർ. അതുപോലെ തന്നെ ഒപ്പം കേരളത്തിന്റെ വിഖ്യാതമായിട്ടുള്ള സാമൂഹിക നേട്ടങ്ങളെ കേവലമായി നിലനിർത്തുക എന്നതല്ല, സംരക്ഷിച്ചും നവീകരിച്ചും മെച്ചപ്പെടുത്തിയും നിലനിർത്തുക. അതാണ് പെൻഷൻ 1500 നിന്ന് 1600 ഇവിടെ UDF സർക്കാർ, CP ജോൺ UDFന്റെ ഭാഗമാണല്ലോ. 600 ഉണ്ടായിരുന്ന പെൻഷൻ 18 മാസം കുടിശ്ശിക വെച്ചവരാണ്. അവിടെ നിന്നാണ് 600 1600 ആവുന്നതും മുടക്കമില്ലാതെ കൊടുക്കുന്നതും. അത് ജനങ്ങൾ അനുഭവിച്ചറിഞ്ഞൊരു യാഥാർത്ഥ്യമാണ്. അതിനുകൂടിയാണ് ജനം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുള്ളത്. അവരുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ആ പെൻഷൻ കൊടുക്കുന്നു, മൈക്രോ കുടുംബ പ്ലാൻ ഉണ്ടാക്കുന്നു, 5 ലക്ഷം ഏറ്റവും ദരിദ്രരായ ആളുകളെ കണ്ടെത്തി 5 വർഷം കൊണ്ട് അവരെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള മൈക്രോ പ്ലാൻ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ സർക്കാർ 1000 കോടി ലോക്കൽ സെൽഫ് ഗവൺമെന്റുകൾക്ക്, തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്നു. അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്നു. നീലയും വെള്ളയും റേഷൻ കാർഡുള്ള 50 ലക്ഷം പേർക്ക് അധികമായിട്ട് 15 രൂപയ്ക്ക് 10 കിലോ ഭക്ഷ്യധാന്യം കൊടുക്കുന്നു. കുറഞ്ഞ വിലയ്ക്ക് വയോജനങ്ങൾക്ക് മരുന്ന് ലഭ്യമാക്കുന്നു. ഭിന്നശേഷി അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ ക്ഷേമത്തിനുള്ള പദ്ധതികൾ ഉണ്ടാവുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? കേരളം കൈവരിച്ച സാമൂഹിക നേട്ടങ്ങളെ അതുപോലെ നിലനിർത്തുകയല്ല, കൂടുതൽ മെച്ചപ്പെടുത്തി നിലനിർത്താനുള്ള പൊതു ചെലവ് വർദ്ധിപ്പിക്കുന്നു, സാമൂഹിക നിക്ഷേപം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ വിജ്ഞാനാധിഷ്ഠിതമാക്കാനുള്ള, ഡിജിറ്റൽ എക്കോണമിയാക്കി മാറ്റാനുള്ള ദീർഘകാല വീക്ഷണം കൂടി ഈ ബജറ്റിലുണ്ട് എന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നോക്കൂ, എല്ലാ പ്രശ്നങ്ങളെയും ഇങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു. നെല്ലിന്റെ താങ്ങുവില വർദ്ധിപ്പിച്ചു, ഇപ്പോൾ 18 റുപ്യ കേന്ദ്രം കൊടുക്കുമ്പോൾ 28 റുപ്യ ആക്കി കേരളം വർദ്ധിപ്പിച്ചു. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന താങ്ങുവില നെല്ലിനുള്ളത് കേരളത്തിലാണ് എന്ന് ഓർമ്മിക്കണം. ഞാൻ അതിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് വരാം. ഞാൻ ഇതിന്റെ കോർ എന്താണ് എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. അതുപോലെ തന്നെ മറ്റൊന്നെന്താണ്, തൊഴിലില്ലായ്മ എന്ന വെല്ലുവിളിയെ ഈ ബജറ്റ് ധീരമായിട്ട് അഭിസംബോധന ചെയ്യുന്നു എന്നതാണ്. അതാണ് ഇതിന്റെ ഡിജിറ്റൽ എക്കോണമിയാക്കുന്നതോടൊപ്പം തന്നെ കോർ എന്ന് പറയാവുന്ന ഒരു ഫോക്കസ് തൊഴിലില്ലായ്മ പരിഹരിക്കുക എന്നതിലാണ്. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അതിൽ സ്കിൽ ഡെവലപ്മെന്റിന് കൊടുത്തിട്ടുള്ള പ്രാധാന്യമുണ്ട്. കാർഷികേതര തൊഴിലുകൾ വർദ്ധിപ്പിക്കാനുള്ള പദ്ധതിയുണ്ട്. വർക്ക് ഫ്രം ഹോം എന്നതോടൊപ്പം വർക്ക് നിയർ ഹോം എന്നൊരു പുതിയ ആശയം സർക്കാർ മുന്നോട്ട് വെക്കുകയാണ്. ഇത്തരം കാലത്താണ് പുതിയ ആശയങ്ങൾ ഉണ്ടാവുക. അപ്പൊ തൊഴിലില്ലായ്മ പരിഹരിക്കുക, 20 ലക്ഷം തൊഴിൽ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം ഈ സർക്കാർ മുന്നോട്ട് വെക്കുന്നു. 4000 തസ്തിക ഈ ഗവൺമെന്റ് ഈ പ്രതിസന്ധികളുടെ എല്ലാം നടുവിൽ ആരോഗ്യ മേഖലയിൽ സൃഷ്ടിക്കുകയാണ്. ഈ പ്രതിസന്ധികളുടെ എല്ലാം നടുവിലാണ്. എന്താണ് പ്രതിസന്ധി? ഈ ശ്രീ PK കൃഷ്ണദാസ് സംസാരിച്ചത് കേട്ടപ്പോൾ അദ്ദേഹം ഈ ലോകത്തൊന്നുമല്ല ജീവിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയത്. ഇത്ര യാഥാർത്ഥ്യബോധമില്ലാതെ, ഒരു തരിമ്പും യാഥാർത്ഥ്യബോധമില്ലാത്ത ഒരു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാവിന് സംസാരിക്കാനാവുമോ? സർക്കാരിന് 16,000 കോടിയാണ് GST വരുമാനത്തിൽ ഉണ്ടായിട്ടുള്ള ഇടിവ്. കോവിഡിനെയും ലോക്ക്ഡൌണിനെയും തുടർന്ന് കേന്ദ്രം തരേണ്ടതാണ് 16,000 കോടി. അത് നികുതിയിലുള്ള ഇടിവാണ്. നഷ്ടപരിഹാരം ഇതുവരെ അനുവദിച്ചിട്ടില്ല പൂർണ്ണമായിട്ട് എന്നത് നമ്മൾ ഓർമ്മിക്കണം. എന്നിട്ടാണ് ഇവിടെ വന്നിരുന്നിട്ട് ആകെ തകർന്നു എന്നൊക്കെ പറയാൻ അപാരമായിട്ടുള്ള ചങ്കൂറ്റം വേണം ശ്രീ കൃഷ്ണദാസ്.
16,000 കോടി GSTയുടെ നികുതി വിഹിതം കുറച്ചു. കേന്ദ്രം നിയമപ്രകാരം കൊടുക്കേണ്ട നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല. ആകെ തനത് നികുതി വരുമാനത്തിലുണ്ടായ നഷ്ടം വേറെ, കോവിഡിനെ തുടർന്ന് 5,000 കോടി വേറെയാണ്. ഇതെല്ലാം ഉണ്ടായിട്ടും സർക്കാർ പെൻഷൻ വർദ്ധിപ്പിച്ചു. ചെലവ് ചുരുക്കലിന്റെ പേരിൽ ജനങ്ങളെ വറുതിയിലേക്ക് വലിച്ചെറിഞ്ഞില്ല. വളരെ നിസ്സാരമായിട്ട് രാഘവത്തോടെ ശ്രീ CP ജോൺ പറഞ്ഞൊരു കാര്യമുണ്ട്. കോവിഡ് ചികിത്സ സൗജന്യമായിട്ട് സർക്കാർ ചെയ്തു, ഓക്കെ എന്ന് അദ്ദേഹം വളരെ ലാഘവത്തോടെ പറഞ്ഞു. ഇന്ത്യയിൽ മറ്റെവിടെയാണ് നടത്തിയിട്ടുള്ളതെന്ന് അദ്ദേഹം പറയണം. അതുപോലെ തന്നെ കോവിഡ് പരിശോധന സൗജന്യമായിരുന്നു കേരളത്തിൽ നോക്കണം. ഒരു തരത്തിലുള്ള ചെലവ് ചുരുക്കലിന്റെയും പേരിൽ പ്ലീസ് ചെലവ് ചുരുക്കലിന്റെയും പേരിൽ ജനങ്ങളെ ദുരിതത്തിലാക്കിയില്ല ഈ സർക്കാർ. ഇനി ശ്രീ കൃഷ്ണദാസ് പറഞ്ഞ 1-2 കണക്കുകൾക്ക് ഒന്ന് മറുപടി പറഞ്ഞോട്ടെ. കടത്തെക്കുറിച്ച് വലിയ ആകുല ശ്രീ കൃഷ്ണദാസ് പ്രകടിപ്പിക്കുന്നത് കണ്ടു. എത്രയാണ് കേന്ദ്ര സർക്കാരിന്റെ കടം എന്നറിയാമോ? 2013-14 53.39 ലക്ഷം മോഡി ഗവൺമെന്റ് വരുമ്പോൾ ഇപ്പൊ 84.68 ലക്ഷം കോടി, 85 ലക്ഷം കോടിയായിട്ട് ഏതാണ്ട് ഉയർന്നിരിക്കുന്നു കടം. ഏതാ കണക്കെന്നറിയാമോ? എക്കണോമിക് സർവേ 2019-20, എന്റെ കണക്കല്ല, നിങ്ങളുടെ കേന്ദ്ര സർക്കാരിന്റെ എക്കണോമിക് സർവേ ആണ്. 71% കേന്ദ്ര സർക്കാരിന്റെ പൊതുകടത്തിലുണ്ടായ വർധനവ്. ഇനി കേരളത്തിന്റെ 2012-13 UDF ഗവൺമെന്റിന്റെ കാലത്ത് പൊതുകടം 10,487.10 കോടി, 10,500 കോടി എന്ന് കണക്കാക്കിക്കോളൂ. ഇപ്പോഴോ 13,513 കോടി. 2019-20 13,513 കോടി. എത്രയാണ് വർധനവ്? 8%. UDF സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിരുന്ന വർധനവ് 16%. 8%. ഇത് അസംബ്ലിയിൽ കൊടുത്ത ഉത്തരവാണ്. ഞാൻ എം പി രാജേഷ് ഞാൻ തിരിച്ചു വരാം. പക്ഷേ ആദ്യഘട്ടത്തിലെ ചില ചോദ്യങ്ങൾക്ക് അങ്ങ് മറുപടി നൽകിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. ബാക്കി പാനലിസ്റ്റുകൾ കൂടി അങ്ങയുടെ പ്രതികരണത്തോട് പ്രതികരിക്കും. എൻ്റെ ഒരു ചോദ്യം ഈ ഘട്ടത്തിലുള്ളത്, ഈ പറയുന്ന പദ്ധതികൾക്കെല്ലാം എവിടെ നിന്ന് പണം കണ്ടെത്തുമെന്ന് തോമസ് ഐസക് പറയാതെ പോകുന്നത് ഈ ബഡ്ജറ്റിനോടുള്ള ഒരു നീതികേട് കൂടിയാണ്. കിഫ്ബിയിൽ നിന്ന് 15,000 കോടിയുണ്ട്, അത് ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. കാര്യം അത് ഓഫ് ബഡ്ജറ്റ് ഡ്രോയിങ് ആണ്. അപ്പോൾ ഈ ബഡ്ജറ്റിനുള്ളിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടല്ലോ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും. ഇതിൽ സ്റ്റാർട്ടപ്പുകൾക്കാണെങ്കിൽ, തൊഴിലുകൾക്കാണെങ്കിൽ, 20 ലക്ഷം ആളുകൾക്ക് തൊഴിൽ നൽകുന്നതാണെങ്കിൽ, അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യമാണെങ്കിൽ, 2,000 കോടി ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് നീക്കിവെക്കുന്നതാണെങ്കിൽ, ഇതിന് എവിടെ നിന്നാണ് പണം കണ്ടെത്തുക എന്നുള്ളതിന് ഒരു പുതിയ വരുമാന സ്രോതസ് ഈ സർക്കാർ ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. അതായത് സർക്കാർ പുതിയ നികുതി വർധനവ് അടിച്ചേൽപ്പിച്ചിട്ടുണ്ടോ എന്നാണ് നിങ്ങൾ ചോദിച്ചതിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം. അതാണ് ഈ കോവിഡ് കാലത്ത് പെട്രോളിയം നികുതി വർധനവ് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെതല്ല, അതാണ് ബദൽ. ശ്രീ PK കൃഷ്ണദാസ് പറഞ്ഞത് ശരിയാണ്. ഞങ്ങൾ ബദൽ എന്ന് പറയുന്നു. എന്താ ബദൽ? പെട്രോളിയം നികുതി അടിക്കടി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ജനങ്ങളെ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് കാലത്ത് പോലും ഇവിടെയോ നികുതി വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി പുതിയ നികുതികളുടെ ബാധ്യത അടിച്ചേൽപ്പിക്കുന്നില്ല. മറ്റു വഴി എന്ത് എന്നതല്ലേ ശ്രീ എം പി രാജേഷിന് ചോദ്യം ഉണ്ടാവുന്നത്. സ്വാഭാവികമായും ബദൽ ശരിയാണ്, സർക്കാരിന്റെ ബദൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നികുതി അടിച്ചേൽപ്പിക്കലല്ല. പക്ഷേ ഈ വമ്പൻ മെഗാ ബഡ്ജറ്റ് പ്രഖ്യാപനങ്ങൾക്കുള്ള പണം എവിടെ എന്നൊരു ചോദ്യമുണ്ടല്ലോ. ആ ചോദ്യത്തിലേക്കാണ് നമ്മൾ ഇടവേള കഴിഞ്ഞ് തിരികെ വരുന്നത്. വലിയ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, പലതും മോഹ പദ്ധതികൾ തന്നെയാണ്. ഈ വിഷ് ലിസ്റ്റ് എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മോഹ പദ്ധതികൾ, അതിൽ എവിടെയാണ് യാഥാർത്ഥ്യത്തിന്റെ സ്പർശമുള്ളത്? എത്ര പണം കണ്ടെത്തിയിട്ടുണ്ട് സർക്കാർ അതിന് എന്നുള്ളതാണ് ചോദ്യം. ഈ എസ്റ്റിമേറ്റും ഈ നിലവിൽ കണക്ക് കൂട്ടിയിരിക്കുന്ന എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള വ്യത്യാസം ഈ ബഡ്ജറ്റിനെ അൺറിയലിസ്റ്റിക് ആയിരിക്കുന്ന ബഡ്ജറ്റാക്കി മാറ്റുന്നുണ്ടോ എന്ന ചോദ്യത്തിലേക്ക് എത്തുന്നു.